ഇന്നിറങ്ങിയ മോളിവുഡ് ടൈംസ് നല്ലൊരു ചിത്രമുണ്ട്. കാരണം സിനിമയിലെ കാര്യങ്ങളൊക്കെ ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും നസ്ലിൻ്റെ ഇതിൽ എടുത്തു പറയേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നസ്ലിൻ എന്ന നമ്മൾ പല ചിത്രത്തിലും കണ്ടിട്ടുണ്ട്. പക്ഷേ നസ്ലിൻ്റെ കുട്ടിത്തമുള്ള മുഖമല്ല, ഇത് നല്ല പക്വതയാർന്ന ഒരു കഥാപാത്രമാണ് നസ്ലിൻ ചെയ്തിരിക്കുന്നത്. കാരണം നസ്ലിന് ഇങ്ങനെയും ചെയ്യാൻ സാധിക്കുന്നുള്ളത് ഈ സിനിമയിലൂടെ നസ്ലിൻ തെളിയിച്ചു. പിന്നെ ഇതിൽ അഭിനയിച്ചിരിക്കുന്ന എല്ലാവരും സംഗീതമാകട്ടെ, ഷറഫുദ്ദീനാകട്ടെ, ഇപ്പോൾ നമ്മുടെ ജഗദീഷ് ചേട്ടനൊക്കെ നല്ല കഥാപാത്രം, പിന്നെ ബേസി ജോസഫ്, വിനീത് ശ്രീനിവാസൻ, പിന്നെ ഇതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കും എല്ലാം നന്നായിട്ടുണ്ട്. പിന്നെ ഇതിൽ പറയേണ്ടത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സിനിമക്കുള്ളിൽ നടക്കുന്നത്, അതായത് ഒരാളെ ഉയർത്താനും അയാളെ താഴ്ത്താനും സാധിക്കും എന്നുള്ളതൊക്കെ ഇതിൽ കാണിക്കുന്നുണ്ട്. പിന്നെ സിനിമക്കുള്ളിലെ യാഥാർത്ഥ്യ സംഭവങ്ങൾ, ഇപ്പോൾ കോപ്പിറൈറ്റ്, ഒരാൾ കഥ എഴുതി അതിനു വേണ്ടിയുള്ള പ്രശ്നങ്ങൾ, ഇതെല്ലാം ഇതിൽ നന്നായിട്ട് എടുത്തിട്ടുണ്ട്. എന്തായാലും മോളിവുഡ് ടൈംസ് എന്ന ഇത് ഡയറക്ടർ നല്ലപോലെ വർക്കൗട്ട് ചെയ്തിട്ട് എടുത്തതാണ്. കാര്യം ഇത് ഈ സിനിമ എങ്ങനെ എടുക്കണമെന്നുള്ളത്, കാരണം അത്രയ്ക്കും അതിൽ സക്സസ് ആയിട്ടുണ്ട്. ഏതായാലും മോളിവുഡ് ടൈംസ് എല്ലാവർക്കും ധൈര്യപൂർവ്വം ഒന്ന് കാണാം. നിങ്ങൾക്ക് പുതിയൊരു നസ്ലിൻ്റെ പുതിയ മുഖം കാണാം. താങ്ക് യു. ഇതല്ലേ മോളിവുഡ് ടൈം, അത് മോളിവുഡ് ഫീൽഡിൽ, സിനിമ ഫീൽഡിൽ നടക്കുന്ന കാര്യങ്ങൾ കാണിക്കുന്ന, വളരെ എന്താണ് ഇല്ലാത്ത കാര്യവും കാണിക്കില്ല, ഉള്ള കാര്യം തന്നെ കാണിക്കുന്ന. പിന്നെ ഒരുപാട് ഫിലിം മേക്കേഴ്സ്, യങ്സ്റ്റേഴ്സ് ട്രൈ ചെയ്യുന്നുണ്ട്, അവർക്കെല്ലാം ഒരുപാട് റിലേറ്റ് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ച് ലാഗലുണ്ട്, അവിടെ കുറച്ച് ലാഗലുണ്ട്. പക്ഷേ ക്ലൈമാക്സ് നന്നായിട്ട് വന്നു. നസ്ലിൻ്റെ സംഗീതത്തിൻ്റെ അഭിനയം നല്ലതാണ്. സംഗീതം കുറച്ച് നൈറ്റിലോളം ചെയ്തിട്ടുണ്ട്. ഓവറോൾ വൺ ടൈം വാച്ചബിളാണ്. ഭയങ്കര അങ്ങേറ്റം മൂവിയൊന്നുമല്ല, സിനിമയ്ക്കുള്ള സിനിമയാണ്. ഉദയനാഥാരായിട്ടുള്ള സിമിലാരിറ്റി ഉണ്ട്. ഒരു ഇൻറ്റൻസിറ്റി അത്ര വന്നിട്ടില്ല, എന്നാൽ ക്ലൈമാക്സ് നന്നായിട്ടുണ്ട്. പൊതുവെ വൺ ടൈം വാച്ചബിൾ, കണ്ടിരിക്കാം. സിനിമ നന്നാവുമെന്ന് നമുക്ക് നേരത്തെ നന്നായിട്ട് ക്രൂവിൽ നിന്നൊക്കെ കിട്ടിയിരുന്നു. പക്ഷെ ഇത് ഇത്രമാത്രം ആളുകളെ ഓൺ ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് കണ്ടപ്പോഴാണ് മനസ്സിലാവുന്നത്. ഒരു വല്ലാത്തൊരു സിനിമ. എനിക്ക് സത്യം പറഞ്ഞാൽ പുഴുവിന് ശേഷം കിട്ടിയ ഒരു വളരെ ശക്തമായ കഥാപാത്രം. ഇത് എനിക്ക് വിളിച്ചു തന്നത് ഡയറക്ടർ, എന്നെ അസോസിയേറ്റ് രാജേഷ് ഏട്ടൻ വിളിച്ചു, രാജേഷ് അടൂര്. എന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ഒരു കുറച്ച് ദിവസത്തെ ഡേറ്റ് ഉണ്ട്, ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞു ഞാനിവിടെ ഡേറ്റ് 20 അല്ല 30 വേണം തരാമെന്ന് പറഞ്ഞു. കാരണം ജോലിയില്ലായിരിക്കും. അതിൽ കണ്ടിട്ടില്ല. അപ്പോൾ നല്ല ഗംഭീര സിനിമയാണ്. ഇവിടെ അടുത്ത ഷോയിൽ കാണണം. ഇതിൻ്റെ ഡയറക്ഷനും, അഭിനവ് സുന്ദർ നായകിൻ്റെ ഡയറക്ഷൻ, അതേപോലെ രാമു സുനിലിൻ്റെ സ്ക്രിപ്റ്റിംഗ് എല്ലാം നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യുന്നതിനേക്കാൾ എപ്പോഴും മുകളിലാണ്. എല്ലാ ആർട്ടിസ്റ്റുകളും അത്ഭുതപ്പെടുത്തുന്ന രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ട്. നസ്ലിൻ ഇന്നുവരെ ചെയ്യാത്ത ഒരു ഗംഭീർ റോളാണ്. അത് വളരെ എക്സ്ട്രീമിലായി ചെയ്തിട്ടുണ്ട്. അതേപോലെ സിനിമ നിങ്ങൾക്ക് മസ്റ്റ് വാച്ച്, തിയേറ്റർ വാച്ചാണ്. അപ്പോൾ എല്ലാവരും തിയേറ്ററിൽ വന്ന് സിനിമ കാണണം. അത്രമാത്രം നിങ്ങൾക്ക് ഈ സിനിമ തരും, 100%. ഓക്കെ. മോളിവുഡ് ടൈംസ് കണ്ടു, ഒരു രക്ഷയില്ല. ഇതുവരെ നമ്മൾ നെസ്റ്റിനെ കണ്ടിട്ടുള്ള ഒരു പാറ്റേണിലല്ല മേക്ക് ചെയ്തിട്ടുള്ളത്. കാരണം മുകുന്ദോണി എക്സസൈസൊക്കെ എടുത്തിട്ടുള്ള ഡയറക്ടറാണ് ഇത് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മുടെ ആഷിഖ് ഉസ്മാന് തല്ലുമാലയൊക്കെ എടുത്തിട്ടുള്ള ആളാണ്. അപ്പോൾ ആഷിഖ് ഉസ്മാൻ്റെ തല്ലുമാലയിൽ ഞാൻ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ ട്രോൾ ഇമേജിലൊക്കെ ഒരു വീഡിയോയിലൊക്കെ വന്നിട്ട്, വീഡിയോ എന്ന് പറഞ്ഞാൽ സിനിമയിലെ ഒരു സീക്വൻസൊക്കെ ട്രോളായിട്ട് വന്നിരുന്നു. അപ്പോൾ അതൊക്കെ നന്ദിയോടെ ഓർക്കുന്ന ആഷിഖ് ഉസ്മാനെ. അപ്പോൾ ഈ പടത്തിൻ്റെ പ്രൊഡ്യൂസറും ആഷിഖ് ഉസ്മാനാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പടം ഒരു സിനിമയ്ക്കുള്ളിലെ സിനിമയാണ്. ഒരു ഡയറക്ടറാകാൻ കഷ്ടപ്പെടുന്ന ഒരു മലയാളിയുടെ ഒരു വേദനയാണ്. ഇന്നത്തെ കാലത്തും സിനിമ മേഖലയിലെ പുതുമുഖങ്ങളെ ഉള്ള ഡയറക്ടേഴ്സും കഷ്ടപ്പെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിന്നെ നമുക്ക് ശബ്ദിക്കാനോ കാര്യങ്ങളോ ഒന്നും നിൽക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ. അത് ഈ ഒരു മോളിവുഡ് ടൈംസ് എന്ന സിനിമ എടുത്തു പറയുന്നുണ്ട്. പക്ഷേ മുൻനിരയിലേക്ക് വരുമ്പോൾ അത് മാറ്റം വരട്ടെ എന്ന് എനിക്ക് പറയാനുള്ളത്. കാരണം നല്ല റൈറ്റേഴ്സും ഡയറക്ടേഴ്സും ഉണ്ടെങ്കിൽ നല്ലൊരു ഫിലിം മേക്ക് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം എന്നൊന്നും ലെജൻഡായിട്ടുള്ള ഡയറക്ടർമാർക്ക് ഇപ്പോൾ ജോഷി സാറിന് എന്നും ഡയറക്ട് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നല്ല നല്ല പുതുമുഖ ഡയറക്ടർമാർ വരട്ടെ. മമ്മൂക്കൊക്കെ പോലുള്ള ആക്ടേഴ്സ് ഇപ്പോൾ പുതുമുഖ ഡയറക്ടർമാരുടെ വേറെ ഡേറ്റ് കൊടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല നല്ല സ്ക്രിപ്റ്റേഴ്സും ഡയറക്ടേഴ്സ്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല നല്ല നായകന്മാർ ഇനിയും ഉണ്ടാവും. അപ്പോൾ എന്തായാലും മോളിവുഡ് ടൈം നല്ല സിനിമയാണ്. കാരണം നമ്മൾ പ്രേമലു പോലത്തെ സിനിമകളൊക്കെ നസ്ലിൻ്റെ ആക്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമാണെങ്കിലും ഒരു പ്രേമത്തിനെ ചുറ്റിപ്പറ്റിയുള്ള കഥകളാണല്ലോ. ഒരു കോളേജ് പ്രേമം അതൊക്കെയല്ലേ. പക്ഷേ ഇതിൽ പുള്ളി അഭിനയിച്ചിരിക്കുന്ന പക്വതയുള്ളൊരു കഥാപാത്രമാണ്. ഇനി അത് മാത്രമല്ല, ഒരു കാര്യം പറഞ്ഞോട്ടെ,
ഈ സിനിമയിൽ അഭിനയിക്കാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ട്. എല്ലാവരും സിനിമയിൽ അഭിനയിക്കണം എന്നുള്ള ആഗ്രഹത്തോടെ നടക്കുന്ന ആൾക്കാരാണ്, ഈ ഞാൻ ഉൾപ്പെടെ. ഇതിലെന്ന് പറഞ്ഞ ഒരു സംവിധായകനാവണം, എൻ്റെ കഥ ആരെങ്കിലും പ്രൊഡ്യൂസ് ചെയ്യണം എന്നൊക്കെ ഉള്ള രീതിയിൽ നടക്കുന്ന, സിനിമാ മോഹിയായിട്ട് നടക്കുന്ന ഒരാളുടെ കഥയാണ്. സിനിമയിൽ പല കാര്യങ്ങളും തുറന്നു കാണിക്കുന്ന ഒരു ചിത്രമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ആരെയും വിശ്വസിക്കാൻ കൊള്ളില്ല എന്ന് കാണിക്കുന്ന ഒരു സിനിമയാണ്. എന്തായാലും നസ്രീൻ്റെ നല്ല പെർഫോമൻസാണ്. പിന്നെ സംഗീത്, ഇവർ പ്രേമലു സിനിമയിലൊക്കെ ആ കൂട്ടുകെട്ടുണ്ടല്ലോ, അടിപൊളിയാണ്. നല്ലൊരു സിനിമയാണ്, എല്ലാവരും വന്ന് തിയേറ്ററിൽ വന്ന് കാണേണ്ട ഒരു സിനിമയാണ്. പിന്നെ കുറച്ച് ഹൊറാറൊക്കെ ഉണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ ഞാൻ പണ്ട് ആകാശഗംഗയൊക്കെ കണ്ടപ്പോൾ ശരിക്കും പേടിച്ചിട്ടുണ്ട് വിനയൻ സാറിൻ്റെ. അപ്പോൾ ഈ സിനിമയിലും സത്യം പറഞ്ഞത് പേടിച്ചു പോയി, പുറത്താരോടും പറയണ്ട. അപ്പം എന്തായാലും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്, വിനീത് ശ്രീനിവാസൻ ചേട്ടൻ, ബേസിലേട്ടൻ, അങ്ങനെ ഒരുപാട് പേരുണ്ട്. നല്ലൊരു മൂവിയാണ്. പക്വത നിറഞ്ഞൊരു കഥാപാത്രം നസ്ലിൻ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതുപോലത്തെ വേഷങ്ങളായിട്ട് കയറി മലയാള സിനിമയിൽ നല്ലൊരു ഇടം തന്നെ അദ്ദേഹത്തിന് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ഇപ്പോൾ സിനിമ കണ്ടു, തീർച്ചയായിട്ടും ഒരു ഗംഭീര പെർഫോമൻസ്. എടുത്തു പറയേണ്ടതെന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് വർക്ക് അടിപൊളി, അതേപോലെ സംവിധായക മികവ്, പിന്നെ നമ്മുടെ നസ്ലിനായാലും വിനീത് ശ്രീനിവാസനായാലും മറ്റുള്ള അഭിനേതാക്കളായാലും ജഗദീഷ് ചേട്ടൻ്റെയൊക്കെ, പുണ്ണിച്ചേട്ടൻ, അങ്ങനെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ, ഷെറഫുദ്ദീൻ, അവരെയൊക്കെ പെർഫോമൻസ് എടുത്തു പറയേണ്ടതാണ്. ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്, പേരെടുത്താൽ തീരില്ല. അവരെല്ലാവരും ഗംഭീര പെർഫോമൻസ് തന്നെയാണ് നടത്തിയിരിക്കുന്നത്. തീർച്ചയായിട്ടും സ്ക്രിപ്റ്റിനാണ് പ്രാധാന്യം. നല്ലൊരു ഡയറക്ടറിൻ്റെ കയ്യിൽ ആ സ്ക്രിപ്റ്റ് കിട്ടിയപ്പോൾ അദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ മികച്ച് ഒരു ഉടനീളം ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ബോറടിപ്പിക്കാതെ കൊണ്ടുപോയി. അപ്പോൾ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയാനുള്ള, ഈ മഴക്കാലത്ത് നിങ്ങൾ ഒന്നിൻ്റെ പേരിൽ മാറി നിൽക്കരുത്, ഈ ഒരു നല്ലൊരു ചിത്രം മിസ്സാക്കരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. നല്ലൊരു ചിത്രം എല്ലാം